നമസ്കാരം സുഹൃത്തുക്കളെ. ലോക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലും രാജാക്കന്മാർ തമ്മിലുമൊക്കെ നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ. എന്നാൽ ഒരു വശത്ത് തോക്കുകളുമായി വന്ന ഒരു വലിയ സൈന്യവും മറുവശത്ത് വെറും പക്ഷികളും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ സംഗതി സത്യമാണ്. 1932 ഓസ്ട്രേലിയയിലാണ് ദ ഗ്രേറ്റ് ഈമു വാർ നടന്നത്. സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ പട്ടാളക്കാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൃഷിഭൂമി നൽകി. പാവം പട്ടാളക്കാർ കഷ്ടപ്പെട്ട് അവിടെ ഗോതമ്പ് കൃഷി ചെയ്തു. അപ്പോഴാണ് വില്ലന്മാരുടെ വരവ്. ഏകദേശം 20,000 ഈമു പക്ഷികൾ ആ പ്രദേശമങ്ങ് കീഴടക്കി. കണ്ടം വഴി ഓടുക എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഈമുക്കൾ ഗോതമ്പ് പാടങ്ങൾ തിന്നു തീർക്കാനും വേലികൾ തകർക്കാനും തുടങ്ങി. കർഷകരാകെ പരിഭ്രാന്തരായി സർക്കാരിനെ സമീപിച്ചു. പ്രതിരോധ മന്ത്രിയാകട്ടെ ഇതിപ്പോ എന്ത് നിസ്സാര കാര്യം എന്ന് കരുതി എമുക്കളെ നേരിടാൻ സാക്ഷാൽ സൈന്യത്തെ തന്നെ അയച്ചു. ലൂയിസ് മെഷീൻ ഗണ്ണുകളും 10,000-കണക്കിന് വെടിയുണ്ടകളുമായി മേജർ GPW മെരഡിത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം യുദ്ധക്കളത്തിലേക്ക്, അതായത് ഗോതമ്പ് പാടത്തേക്ക് ഇറങ്ങി. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. സൈനികർ വെടിവെക്കാൻ തുടങ്ങുമ്പോഴേക്കും എമുക്കൾ വെറുതെ നിൽക്കില്ലല്ലോ. അവ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ദിശകളിലേക്ക് ഓടാൻ തുടങ്ങി. പാവം പട്ടാളക്കാർ മെഷീൻ ഗണ്ണുമായി പിന്നാലെ ഓടി മടുത്തു. എമുക്കൾക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയുള്ളതുകൊണ്ട് പട്ടാളക്കാരുടെ തോക്കുകൾക്ക് അവയെ ലക്ഷ്യം വെക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ 1000-ഓളം എമുക്കളെ ഒരു വലിയ കൂട്ടമായി സൈന്യം വളഞ്ഞു. ഇന്ന് തീർന്നു എന്ന് കരുതി വെടിവെപ്പ് തുടങ്ങിയതും ഗണ്ണുകൾ ജാമായിപ്പോയി. മറ്റൊരു തവണ ഒരു ട്രക്കിനു മുകളിൽ ഗൺ ഘടിപ്പിച്ച് എമുക്കളുടെ പിന്നാലെ സൈന്യം പാഞ്ഞു. പക്ഷേ വണ്ടി ഓടുന്ന കുലുക്കത്തിൽ ലക്ഷ്യം തെറ്റി വെടിയുണ്ടകൾ ആകാശത്തേക്ക് പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ എമുക്കൾ ഒരുതരം ഗറില്ല യുദ്ധമുറ തന്നെ പയറ്റി. ഓരോ ഗ്രൂപ്പിനും കാവൽ നിൽക്കാൻ ഒരു ലീഡർ എമു ഉണ്ടായിരുന്നു. സൈന്യം വരുന്നത് കാണുമ്പോൾ ഈ ലീഡർ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. ഉടനെ ബാക്കിയുള്ളവയെല്ലാം കൂടി ചിതറിയോടും. ആഴ്ചകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സൈന്യമാകെ കൊന്നത് വളരെ കുറച്ച് എമുക്കളെ മാത്രമാണ്. 10,000-കണക്കിന് വെടിയുണ്ടകൾ പാഴായതല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല. ഒടുവിൽ പക്ഷികളോട് തോൽവി സമ്മതിച്ച് നാണം കെട്ട് ഓസ്ട്രേലിയൻ സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും കോമഡിയായ യുദ്ധമെന്ന് ഇതിനെ വിളിക്കാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നി? എമുക്കൾ പുലിയല്ല സിംഹമാണ് എന്ന് മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.